ഹായ് കൂട്ടുകാരെ, ഇത് രാജീവാണ്. ഇന്ന് ഞാൻ അടിപൊളി ഒരു പൈനാപ്പിൾ അച്ചാർ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ പൈനാപ്പിൾ എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന പൈനാപ്പിളിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. അച്ചാറിന് വേണ്ട സാധനങ്ങൾ നമ്മൾ 2 ടീസ്പൂൺ മുളക് പൊടി, ഉലുവ, ഒരു പച്ചമുളക്, വറ്റൽമുളക്, കറിവേപ്പില. നമ്മൾ ചീനിച്ചട്ടി എടുത്ത് അടുപ്പിൽ ചൂടാക്കാൻ വെച്ചു. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ലെണ്ണയിലാണ് നമ്മൾ അച്ചാർ ചെയ്യാൻ പോകുന്നത്. എണ്ണ ചൂടാകുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എടുത്തു വെച്ച ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ ഒന്ന് പൊട്ടി വരണം. കടുക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക്, കറിവേപ്പില. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി കരിയാതെ ശ്രദ്ധിക്കണം. മുളക് പൊടി ചൂടായി വന്ന് അതിലേക്ക് നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. പുളി ആവശ്യമുള്ളവർക്ക് നമുക്ക് വിനീഗർ ഉണ്ടെങ്കിൽ വിനീഗർ ചേർത്ത് കൊടുക്കാം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു.